ഹലോ നമസ്കാരം, ഞാൻ ആതിരാസ് ക്രോപ്പ് ആൻഡ് ഗ്രോത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ചായാലും നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ചെണ്ടുമല്ലി കൃഷിയും അതുപോലെ അതിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് നമുക്ക് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന തൈകൾ ഇതാ ഈ ഒരു വലുപ്പം ഉള്ള തൈകളാണ് വരുന്നത്. 26 ദിവസം പ്രായമായിട്ടുള്ള തൈകളാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. റൂട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ, റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മണ്ണിലേക്ക് വിത്ത് പാകി ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള തൈകൾ വാങ്ങി ചെയ്യുന്നത്. അപ്പം നമ്മൾ മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാ ഇതുപോലെ സ്പ്രെഡായി കിട്ടും. ചിലർ കൃഷിത്തടത്ത് വിത്ത് പാകി ചെയ്യുന്നുണ്ട്. അപ്പം അതിനേക്കാൾ നല്ലത് വിത്ത് വാങ്ങി ഇതുപോലുള്ള ട്രേയിൽ മുളപ്പിച്ച് ചെയ്യുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഇതുപോലുള്ള നഴ്സറിന്നോ ഒക്കെ ആയിട്ട് ഇതുപോലുള്ള തൈകൾ വാങ്ങി ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് സൺലൈറ്റുള്ള സ്ഥലം വേണം ആദ്യം തന്നെ ഈ ഒരു ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. 6 തൊട്ട് 8 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു ചെണ്ടുമല്ലി നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലും നമുക്ക് ചെയ്യാം, അതുപോലെ ഡയറക്റ്റ് മണ്ണ് കൂന കൂട്ടിയിട്ട് അങ്ങനെയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വളങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യത്തിനില്ല. ആവശ്യത്തിന് വളം മാത്രം കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടിയിൽ വെള്ളം വാർന്നു പോകാനുള്ള ഡ്രെയിനേജ് ഒക്കെ കറക്റ്റ് ആയിട്ടില്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും കൂട്ടിയിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സ് നിറച്ചിട്ട് അതിലേക്ക് ഈ പ്രായമുള്ള തൈകൾ മാറ്റി വെക്കുക. പിന്നീട് ഓരോ ആഴ്ചയിലും നമ്മൾ ജൈവ സ്ലറി കൊടുക്കുക. രോഗങ്ങൾ വരുന്നതിനേക്കാളും നല്ലത് രോഗം വരാണ്ട് സൂക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വേപ്പധിഷ്ഠിത കീടനാശിനി കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആ ഒരു ഫ്ലവറിങ്ങിൻ്റെ ഒരു ടെൻഡൻസി കാണിക്കുന്ന ടൈമിൽ നമുക്ക് ഫിഷമിനോ കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ അതിനനുസരിച്ചുള്ള വളങ്ങൾ ജൈവ രീതിയിൽ നമ്മൾ വീട്ടിലേക്ക് വേണ്ട കുറച്ച് പൂക്കളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു പ്രായത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൂടെ ആ ഒരു മണ്ണുമായിട്ട് ഈ ഒരു ചെടി യോജിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൂമ്പ് ചെറുതായിട്ടൊന്ന് നുള്ളിയെടുക്കുന്നത് ഒരുപാട് ബ്രാഞ്ചായിട്ട് വളരാൻ വേണ്ടിയിട്ട് ചെണ്ടുമല്ലിനെ സഹായിക്കും. ചെണ്ടുമല്ലികൾ ഡെയിലി നനയ്ക്കേണ്ട ഒരു ചെടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ വെച്ച് ഡെയിലി മഴ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വല്ലാണ്ട് നനയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷേ അതല്ല വരണ്ട കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഈ ഒരു ചെണ്ടുമല്ലി നനച്ച് കൊടുക്കേണ്ടതാണ്. ജമന്തി പൂക്കളിൽ കീടങ്ങളുടെ ആക്രമണമൊക്കെ വളരെ കുറവാണ്. കുറച്ച് രോഗപ്രതിരോധ ശേഷി കുറച്ച് കൂടിയ ഒരു ചെടിയാണ് ഈ ഒരു ചെണ്ടുമല്ലി വരുന്നത്. എങ്കിലും ഈ ഒരു ചെലന്തി, അതുപോലെ മുഞ്ഞ അങ്ങനെയുള്ളതിൻ്റെ ശല്യമൊക്കെ ഈ ഒരു ചെടീനെ ആക്രമിക്കാറുണ്ട്. അതുപോലെ ചെടി പെട്ടെന്ന് നരച്ച പോലെ, ഈ ഇലകളൊക്കെ നരച്ച പോലെയൊക്കെ ആവുക, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളാണ് ഈ ഒരു ചെണ്ടുമല്ലിക്ക് വരാറ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു വേപ്പധിഷ്ഠിത കീടനാശിനി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇങ്ങനെയുള്ള രോഗങ്ങൾ ചെടിക്ക് വരാണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ചെണ്ടുമല്ലി മെയിനായിട്ട് നമ്മൾ കൂട്ടുകൃഷിയിലൊക്കെ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ തക്കാളി, മുളക്, നമ്മൾ ടെറസ് ഗാർഡൻ ചെയ്യുന്നവരൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചെണ്ടുമല്ലി വെക്കുന്നത് ഈ ഒരു നിമാവിരകൾ പോലുള്ള കീടങ്ങളെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു കൂട്ടുകൃഷിക്കൊക്കെ ചെണ്ടുമല്ലി ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഓരോ പൂക്കളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. ചെണ്ടുമല്ലിയുടെ ചോട്ടിൽ നമ്മൾ പുതയിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു പുതയിട്ട് കൊടുക്കുന്നതിലൂടെ നമ്മൾ മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ താപനില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അതുകൊണ്ട് നമ്മൾ ചെണ്ടുമല്ലിയുടെ അടിയിൽ പുതയിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നമ്മൾ ചെണ്ടുമല്ലി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കൾ ഉണ്ടാക്കിയ ഉടനെ കറക്റ്റ് ടൈമിൽ നമ്മൾ വിളവെടുപ്പ് നടത്തണം. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകും. വിളവെടുപ്പ് നടക്കാണ്ട് ഈ ഒരു ചെടിയിൽ പൂക്കൾ നല്ല ഭംഗിൻ്റെ അടിച്ച് അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടിയിൽ ആവശ്യത്തിന് മാത്രമുള്ള പൂക്കൾ ഉണ്ടാവുള്ളൂ. നമുക്ക് അത്യാവശ്യത്തിനുള്ള പൂക്കൾ വേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈമിൽ പൂക്കളൊക്കെ കട്ട് ചെയ്ത് എടുക്കണം. അതുപോലെ ഉണങ്ങിയ പൂക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ചെണ്ടുമല്ലി കൃഷി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും നമ്മളെടുത്ത് തൈകൾ സ്റ്റോക്ക് ഉണ്ട്. യെല്ലോയും ഓറഞ്ചും മാത്രമേ നമ്മളെടുത്ത് സ്റ്റോക്ക് ആയിട്ടുള്ളൂ. വൈറ്റ് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ ഫുൾ ബുക്കിംഗുമാണ്. അപ്പോൾ ഈ 2 കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. അന്യ സംസ്ഥാനക്കാരെ ആശ്രയിക്കാണ്ട് നമുക്ക് വേണ്ട പൂക്കൾ നമ്മൾ തന്നെ നമ്മളെ വീട്ടിൽ ജൈവ രീതിയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കും. ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.